നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ പ്രിയപ്പെട്ട സ്നേഹമുള്ളവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വിദ്യാലയത്തിൽ വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്നെന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇമേജ് മൊബൈൽ കിസ് എത്തിയിരിക്കുന്നത്. നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയൊരു വിദ്യാലയമാണ് ഈ ഒരു ചെറുകുന്നുള്ള ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അത്രയും പ്രത്യേകതകളുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വിദ്യാലയമാണ്, മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസാണ്. എല്ലാം കൊണ്ടും ഒരു തണൽ നിറഞ്ഞ ഒരു ക്യാമ്പസ് എന്ന് വിശേഷിപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിദ്യാലയത്തിനെ. അപ്പോൾ 100% വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു വിദ്യാലയം കൂടിയാണ് ഈ ഒരു വിദ്യാലയം, ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇമേജ് മൊബൈൽ കിസുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിദ്യാലയത്തിൽ വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെറുകുന്നുള്ള ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു വലിയൊരു മത്സരം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, ഇന്ന് എന്ത് മത്സരം നടക്കുന്നത്, എന്ത് പരീക്ഷ നടക്കാൻ പോകണം ഇവിടെ? നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? ഇന്ന് യൂറിക്ക വിജ്ഞാനോത്സവം നടക്കുന്നത്. അത് എത്ര മണിക്കാ? ഇപ്പം നടന്നുകൊണ്ട് അതിൽ നിന്നാണ് നമ്മളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നേക്കണം. പേരെന്താണ് മോളുടെ? എവിടെയാണ് സ്ഥലം? സേക്കുട്ടി. സുഖായിരിക്കുന്നു സേക്കുട്ടി? ഭക്ഷണം കഴിച്ചില്ലേ ഉച്ചക്ക്? പേരെന്താണ്? ദേവനന്ദ. സുഖായിരിക്കുന്നു. എന്തൊക്കെയാണ് ഹോബീസ്, എന്തൊക്കെയാണ് ദേവനന്ദയുടെ? കളറിങ്, ഡ്രോയിങ്. പിന്നെ ഇതൊക്കെ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു നമ്മുടെ മനസ്സിലുള്ള ഇത് വെച്ച് അങ്ങ് ചെയ്യലാണോ? ഇത് ചെയ്യില്ല, പഠിക്കുന്നൊന്നുമില്ല. പേരെന്താണ്? ഇഷാൻവി. ഷാൻവി എന്നാണോ ഇഷാൻവി എന്നാണോ? ഇഷാൻവി. സുഖായിരിക്കുന്നോ ഇഷാൻവി? ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് സ്കൂൾ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഗേൾസ്? അടിപൊളിയാണോ? എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സന്തോഷം? എന്താണ് ഒരു അടിപൊളി എന്ന് പറയാനുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ എന്താണ്? എന്തെങ്കിലും ഉണ്ടാവില്ലേ നമുക്കൊരു ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാവില്ലേ നമ്മുടെ ഒരു വിദ്യാലയത്തിൽ? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്സിനെ എല്ലാം കിട്ടി. ഒരുപാട് ഫ്രണ്ട്സ്. പേര് പറ. ഋതുപർണ. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? ഋതു എന്നാണോ വിളിക്കുന്നത്? നല്ല പേരാണല്ലോ ഋതുപർണ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ വീട്ടുകാരോട്? വസന്തകാലം. അങ്ങനെ പൊതുവെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് വസന്തകാലം തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? സന്തോഷം, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? പേര് പറ. വൈഗ. എവിടെയാണ് സ്ഥലം? വൈഗ എന്റെ ബാക്കിൽ തന്നെയാണ്. എവിടെയായിട്ട് വരും? തുള്ളന്റെ സമയമേ ഉള്ളൂ അല്ലേ? അപ്പോൾ കറക്റ്റ് സമയം ഈ തൊട്ട് ബാക്കിലായത് കൊണ്ട് എത്ര മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങുക? 10 മണിയാകുമ്പോൾ ക്ലാസ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. നിങ്ങൾക്കൊരു ക്ലാസ്സും അല്ല എക്സാമും കാര്യങ്ങളൊക്കെ നടക്കല്ലേ? ഓക്കെ. അവിടുന്ന് അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക കൂടുതലായിട്ടും ജീവിക്കാനാണ്? അപ്പോൾ ഇതായിട്ട് യാതൊരുവിധ ബന്ധവും അതിനില്ല. ഓക്കെ. ഇതിൽ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. 3 ഉത്തരം പറയുകയാണെങ്കിൽ 3 സമ്മാനങ്ങൾ ഞാൻ തരും. ഉത്തരം പറയാൻ തെറ്റാണെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ചു പോയാലേ പറ്റും. ആലോചിച്ച് ഉത്തരം പറയാം, ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. പിന്നെ ഒരു 4 ഓപ്ഷനും ഞാൻ തരാം. ഓക്കെ. അപ്പോൾ ഒരു 3 റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ ടീം ലീഡറുടെ പേര് പറ. ഇഷാൻവി ആൻഡ് ടീമാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. ഇഷാൻവി ആൻഡ് ടീമിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യമാണ്. ആലോചിച്ചിട്ട് ഉത്തരം പറയണം. എല്ലാവരും കിസ് കോമ്പറ്റീഷനൊക്കെ മത്സരിക്കുന്ന ആൾക്കാരല്ല? ശരി. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏത്? പഠിച്ചിട്ടുണ്ടോ അത്? ഖരം, ദ്രാവകം, വാതകം, അതൊക്കെ പഠിച്ചില്ലേ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതാണ് ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ? ഖരമാണോ, ദ്രാവകമാണോ, പ്ലാസ്മയാണോ, വാതകമാണോ? ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ എന്താണ്? ഖരം, ദ്രാവകം, പ്ലാസ്മ, വാതകം. ഇതിലേതാണ് ശരിക്കും പറഞ്ഞാൽ ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ? ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. ഉറപ്പാണ്? ഇത് പഠിച്ചിട്ടുണ്ട്? ആരാ പഠിപ്പിച്ചത്? ഞാൻ പഠിച്ചിട്ടില്ല, യൂട്യൂബിൽ കണ്ടിട്ടാണ്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണെന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്മാവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്മ എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പോൾ ഇതൊന്ന് ടച്ച് ചെയ്ത് പിടിക്കണം എല്ലാവർക്കും കൂടിയുള്ള സമ്മാനമാണ് കേട്ടോ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കണ്ണൂർ കാൾടെക്സ് എന്ന് പറയുന്ന സ്ഥലം അറിയാവോ? കണ്ണൂർ കാൾടെക്സിലുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ്. നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ടിൽ ഇതുപോലെ ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്.
ചോദ്യം, ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവങ്ങളുണ്ട് അല്ലേ? ചില ആൾക്കാർ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? അല്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ത് കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ദേഷ്യം വരാറുണ്ടോ? അമ്മ കലമ്പുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടും കലമ്പും അല്ലേ? അത് കറക്റ്റാണ്. ശരി, ചോദ്യം കേട്ടോ. ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുകളുണ്ട്, അതുപോലെ ഓരോ പക്ഷികൾക്കും ഓരോ കഴിവുകളുണ്ട്. ചോദ്യം, പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാണ്? കുരുവിയാണോ, പ്രാവാണോ, ഹമ്മിങ് ബേർഡാണോ, കുയിലാണോ? പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാണ്? കുരുവിയാണോ, പ്രാവാണോ, ഹമ്മിങ് ബേർഡാണോ, കുയിലാണോ? ഏതാണ് പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4-ൽ ഏതാണ് പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി? ഹമ്മിങ് ബേർഡ്. പ്രാവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നിലേക്ക്? ഇല്ല. കുരുവിക്കോ? കുയിൽ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല, കഴിവില്ല. ഹമ്മിങ് ബേർഡിന് പിറകിലേക്ക് പറക്കാൻ പറ്റും. പഠിച്ചിട്ടുണ്ട്. ഉറപ്പാണ്? ഒരു തരം, 2 തരം, 3 തരം. ഹമ്മിങ് ബേർഡാണ് പിറകിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി. റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് കേട്ടോ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഇനി ഒരു ചോദ്യം കൂടി, ഞാൻ ഫാസ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് എക്സാം ഉള്ളതുകൊണ്ടാണ്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് മക്കൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ചേട്ടൻ ഒരു ബമ്പർ സമ്മാനം തരാം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന കുറച്ചുകൂടി വലിയൊരു സമ്മാനം. ഓക്കെ, പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നു. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ സമ്മാനങ്ങൾ കൊണ്ട് ക്ലാസ്സിലേക്ക് തിരിച്ചു പോവാം. എന്ത് ചെയ്യുന്നു? 3ാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നു? ഉത്തരം ശരിയാണെങ്കിൽ ബമ്പർ സമ്മാനം, ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ 2ാമത്തെ റൗണ്ടിലെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. അത് മതിയല്ലേ? കിട്ടുന്നത് കൊണ്ട് ഓണം പോലെ, അത്ര മാത്രം. അപ്പോൾ 3ാമത്തെ റൗണ്ടിലേക്ക് പോവാം. 3ാമത്തെ റൗണ്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് 3rd റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. നമ്മുടെ ഈ ഓരോ ദിവസങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, എയ്ഡ്സ് ഡേ, ഡോക്ടേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചോദ്യം, ആദ്യമായിട്ട് കേരളത്തിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം. ആലപ്പുഴയാണോ, മലപ്പുറമാണോ, പാലക്കാടാണോ, പത്തനംതിട്ടയാണോ? എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏതായാലും ഇത് സംഭവം കേട്ടിട്ടില്ല. എനിക്ക് ഗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് എയ്ഡ്സ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴയാണോ, മലപ്പുറമാണോ, പാലക്കാടാണോ, പത്തനംതിട്ടയാണോ? ആദ്യമായി എന്തായാലും ഒന്ന് കറക്കി കൊത്തുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്തോ, കുഴപ്പമില്ല. ആദ്യമായിട്ട് കേരളത്തിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ചോദ്യം മനസ്സിലായില്ലേ മക്കൾക്ക്? ഓക്കെ, ആലപ്പുഴയാണോ, മലപ്പുറമാണോ, പാലക്കാടാണോ, പത്തനംതിട്ടയാണോ? എനിക്ക് ലാസ്റ്റ് ഒരു ടീം ലീഡർ ഒരു ഉത്തരം വേണം കേട്ടോ. ടീം ലീഡർ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് കേരളത്തിൽ മോളെന്ത് പറയുന്നു? പത്തനംതിട്ട എന്ന് പറയുന്നു. പത്തനംതിട്ട. കാരണം നമ്മളിത് കേട്ടിട്ടില്ല മുന്നേ. ഇപ്പോൾ ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും അല്ലേ? ഒരു ക്വിസ് കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ 2ാമത്തെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അതായത് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം. അത് പലപ്പോഴും പല എക്സാമിനൊക്കെ വന്ന ഒരു ചോദ്യമാണ്. ആലപ്പുഴയാണോ, മലപ്പുറമാണോ, പാലക്കാടാണോ, പത്തനംതിട്ടയാണോ എന്നുള്ളതാണ് ചോദ്യം. കറക്കി കുത്തിയിരിക്കുന്നത് പത്തനംതിട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പത്തനംതിട്ട ഒരു പുതിയ അറിവായിട്ട് എടുത്താൽ മതി കേട്ടോ. തോൽവി ജയമൊന്നും നോക്കണ്ട. ഓക്കെ, പത്തനംതിട്ട എന്നുള്ളത് റൈറ്റ് ആൻസർ. പത്തനംതിട്ട കറക്കി കുത്തിയല്ലേ? പത്തനംതിട്ടയിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് എന്ന് പറയുന്ന സ്ഥാപനം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് കൃത്യമായിട്ട് ഒരുപാട് സമ്മാനമുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും വീതിച്ചിടണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സമ്മാനം കിട്ടിയില്ലേ, ഇനി അവിടെ പോയിട്ട് നന്നായിട്ട് മത്സരിക്കുക, അവിടെ നിന്ന് വിജയിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടാറ്റ. ചെറുകുന്ന് ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഉഷാറായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രം ഞാൻ സമ്മാനം തരും. അല്ല, എന്നെ പാട്ട് പാടുന്ന ആളൊക്കെ ഉണ്ട്, നല്ല പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. ഓക്കെ, പേരെന്താണ്? ആരുഷി. എവിടെയാണ് സ്ഥലം? മുട്ടമ്മലാണ്. ശരി, മുട്ടമ്മൽ എന്നുള്ള സ്ഥലത്തിന് ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട് ആരുഷിയുടെ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏച്ചി ഇപ്പം വീടില്ല, കോളേജ് പഠിക്കുന്നു. എവിടെയാണ് പഠിക്കുന്നത്? മംഗലാപുരത്താണ് പഠിക്കുന്നത്. അമ്മ സ്നേഹത്തോടെ ആരുമോളേ എന്നാണ് വിളിക്കാറ്? ആച്ചു മോളേന്ന് വിളിക്കാറ്. ദേഷ്യത്തോടെ എന്താണ് വിളിക്കാറ്? എടീ വാടി എന്ന് പറയും. ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരാണ്? ഭയങ്കരമായിട്ട് ഉപദേശങ്ങൾ, ഭയങ്കരമായിട്ട് എല്ലാ തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യം കാണിക്കുന്ന ആരാണ്? സപ്പോർട്ടാണ്, എല്ലാവരും ഹാപ്പിയാണ്. ആരൊക്കെ ഉള്ളത് വീട്ടിൽ? അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ തൊട്ടുമുന്നിലെ അമ്മാമ്മയും അച്ചാച്ചനും അമ്മാമ്മയും ഉണ്ട്. അച്ചാച്ചൻ്റെയും അമ്മാമ്മേൻ്റെ അടുത്ത് അത്യാവശ്യമൊക്കെ പോയി ഇരിക്കാറൊക്കെ ഇല്ലേ? അച്ചാച്ചൻ
ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ? മിലിറ്ററി ആണോ? പോലീസായിരുന്നു. പോലീസായിരുന്നു. നമസ്കാരം. പേര് പറ. ഭാവയ. 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 എല്ലാവരും വെറൈറ്റി പേരാണല്ലോ. ഭാവയ. ബാബു അല്ലേ? അല്ല, കുഞ്ഞാറ്റൊന്നും കിട്ടുന്നില്ല. എല്ലാവരും സ്കൂളിൽ നിന്ന് കുഞ്ഞാറ്റാൻ തന്നെയാണോ വിളിക്കാറ്? സ്കൂളിൽ ബാബു. ബാബു. പേരെന്താണ്? വൈഗ. വൈഗ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ വൈഗ? സുഖമാണ്. സുഖമാണ്. ഓക്കെ. പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയോ? എല്ലാത്തിനും നല്ല കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടോ? എല്ലാ മാർക്കൊക്കെ മേടിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് എന്ത് വാങ്ങിച്ചു തന്നു? വേണം എന്ന് ആഗ്രഹിച്ചാൽ വീട്ടിലവരോട് ഇന്നത് വേണം എന്ന് പറയുന്ന ഒരാളാണോ? അല്ലെങ്കിൽ അത് വേണം പക്ഷേ ഇപ്പോൾ വേണ്ട അത് പിന്നീട് മാറ്റി വെക്കുന്ന ഒരാളാണോ? വേണമെന്നൊന്നും പറയലില്ല. വാങ്ങിച്ചു തരാറുണ്ട്. സ്വന്തം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ച് തരും. വാങ്ങിച്ചു തരാറുണ്ട്. ഓക്കെ. സുഖമായിരിക്കുന്നു. ഭയങ്കര പെട്ടെന്ന് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് കരയുന്ന ഒരാളാണോ? അങ്ങനത്തെ സ്വഭാവം അതിനൊന്നുമില്ല. അങ്ങനെ സ്വഭാവമില്ല. സൗഹൃദത്തിൽ എത്രത്തോളം വിലയുണ്ട്? കൂട്ടായ്മ അല്ല കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കുന്ന ഒരു എങ്ങനെയുണ്ട്? അതിന് എത്ര വിലയുണ്ട്? നല്ല ഇതാണ്. പേരെന്താണ്? ശ്രാവണ. എവിടെയാണ് സ്ഥലം? ശ്രാവണ. ഞാൻ ഇരിണാവിലാണ്. ഓക്കെ. ഇവിടെ എത്രാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി? 5ാം ക്ലാസ് മുതൽ ഇവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഇമേജ് മൊബൈൽ കിസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ. ചോദിക്കുന്നത് GK ആണ്. GK എന്ന് പറഞ്ഞാൽ പിന്നെ ഭീകരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. ഓക്കെ. ടീം ലീഡർ എന്ന് പറയുന്നത് ആരാ നിൽക്കുന്നത്? ടീം ലീഡറായിട്ട് ആരാ നിൽക്കുന്നത്? ഓക്കെ. പേരെന്നോട് പറയും. ഭാവയ. അപ്പോൾ ഭാവയാണ് ഇതിൽ മത്സരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഓക്കെ. 4 ഓപ്ഷനും തരാം. ഓരോ ചോദ്യം. ഇപ്പോൾ സന്തോഷമായി അല്ലേ? 4 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു 4 ഓപ്ഷനും തരാം. പക്ഷെ എന്നിട്ടും ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഭാവ റെഡി? പക്ഷേ എനിക്ക് ഫൈനലായിട്ട് ഭാവയാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഭാവയാണ് പറയേണ്ടത്. അതിനാണ് ടീം ലീഡറായിട്ട് നിന്നിരിക്കുന്നത്. തരുന്ന സമ്മാനങ്ങൾ കൃത്യമായിട്ട് ഇത് വീതിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ തുടങ്ങാം. ആലോചിച്ച് ഉത്തരം പറയണം. ശരി. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ ഭാവ്യ ആൻഡ് ടീമിനോടുള്ള ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടുകളുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ വവ്വാലിൻ്റെ ഇതൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പം സൂക്ഷിക്കണം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. ചോദ്യം കേട്ടോ. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഫ്രൂട്ട് പഴം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ലോകത്തിലാണേ. ചെറിയാണോ, ആപ്പിളാണോ, വാഴപ്പഴമാണോ, ഈന്തപ്പഴമാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന, എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചോദ്യം മനസ്സിലായില്ലേ? ചെറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആപ്പിളും ഭയങ്കര ഇഷ്ടമാണ്. വാഴപ്പഴവും ഇഷ്ടമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 പഴവും വളരെയധികം ഇഷ്ടമുള്ളതാണ്. ഇതിലേതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന പഴം ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ലോകത്തിൽ തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതിയേ. പറ, ഏതാണ് പറഞ്ഞു? അറിയോ? ബനാന. വാഴപ്പഴം എന്ന് പറയുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് വാഴപ്പഴമാണ്. ആപ്പിളുണ്ട്, ചെറിയുണ്ട്, പൈനാപ്പിളൊക്കെ ഉണ്ട്. പക്ഷേ വാഴപ്പഴമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്. വാഴപ്പഴം എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. കണ്ണൂർ കാൾടെക്സിൽ വരാറുണ്ടോ? കാൾടെക്സ് എന്ന് പറഞ്ഞ സ്ഥലം അറിയാവോ? കണ്ണൂർ കാൾടെക്സ്. അവിടെ അടുത്താണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. ഈ മൊബൈലിൻ്റെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ വലിയൊരു ഷോറൂമാണ്. ഓക്കെ. അപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്ന ഈ റൗണ്ടിലേക്കുള്ള സ്നേഹ സമ്മാനമാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം. ഓക്കെ. നമ്മുടെ ടീം ലീഡർ കയ്യിൽ കൊടുത്തു. ഓക്കെ. നമുക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ടാണ്. ഈസി റൗണ്ടിൽ ചോദ്യം. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അല്ലേ? കാണാൻ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും. ഓരോ വ്യക്തികൾക്ക് ഓരോ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ കാണേണ്ട സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളും ഓടിച്ചാടി നടന്ന് കാണണം. ഓക്കെ. അത് നല്ല പഠിച്ച് നല്ല പൈസയൊക്കെ ആക്കിയതിന് ശേഷം വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ചോദ്യം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ലാത്ത ഇതൊക്കെ പോകും. ശരി. ചോദ്യം കേട്ടോ. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഏതെന്നുള്ളതാണ് ചോദ്യം. വയനാടാണോ, ഇടുക്കിയാണോ, പത്തനംതിട്ടയാണോ, കാസർഗോഡാണോ? കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണോ എന്തെന്നുള്ളതാണ് ചോദ്യം. ഏത് ജില്ല? കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായിട്ടുള്ള ജില്ല.
ഇത് പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മുന്നേ ഏതെങ്കിലും ക്വിസ് കോമ്പറ്റീഷൻ വന്ന സമയത്ത് ഈ ചോദ്യം വന്നിട്ടുണ്ടോ? കേരളത്തിൽ അവസാനം രൂപീകൃതമായ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണെന്നാണ് നമ്മുടെ ടീം അംഗങ്ങൾ പറയുന്നത്. കാസർഗോഡാണോ ലാസ്റ്റ് രൂപീകൃതമായ ജില്ല? ആണ്, കാസർഗോഡ്. റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം. നമ്മൾ സ്കൂൾ ബാഗ്, ട്രാവലിംഗ് ബാഗ്, അങ്ങനെ ബാഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന വലിയൊരു ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഇനി ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞാൽ ഞാൻ ബമ്പർ സമ്മാനം തരാം. ബമ്പർ എന്ന് പറയുന്നത് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന കുറച്ചുകൂടി വലിയൊരു സമ്മാനം. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. ക്ലാസ്സിലേക്ക് പോകാം. എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് കിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3ാമത്തെ റൗണ്ടിലേക്ക് പോകണം? വിശ്വാസം ഉണ്ടെങ്കിൽ 3ാമത്തെ റൗണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ 3ാമത്തെ റൗണ്ടിലേക്ക് പോകാം. റെഡി? ഓക്കെ. 3rd റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. യൂട്യൂബിൽ നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാറില്ലേ? യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതാണ്. അതിൻ്റെ അമിതമായിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഗ്രൂപ്പുണ്ട് നിങ്ങൾ, ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദ്യം, യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം, യൂട്യൂബിൽ ആദ്യമായിട്ട് വന്ന വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്നാണ് ചോദ്യം. പരസ്യങ്ങളാണോ വന്നത്? മൃഗശാലയാണോ? ഭക്ഷണത്തിനെ കുറിച്ചുള്ളതാണോ? സിനിമയെക്കുറിച്ചിട്ടുള്ളതാണോ? യൂട്യൂബിൽ ആദ്യമായി വന്ന വീഡിയോ പരസ്യത്തെക്കുറിച്ചിട്ടുള്ളതാണോ? മൃഗശാലയെക്കുറിച്ചുള്ളതാണോ? ഭക്ഷണത്തെക്കുറിച്ചുള്ളതാണോ? സിനിമയെക്കുറിച്ചുള്ള? ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി. യൂട്യൂബിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന വീഡിയോ എന്താണ്? പരസ്യമാണോ? സിനിമയാണോ? മൃഗശാലയാണോ? വേറെ? മൃഗശാലയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ ആദ്യം വന്നത്. മൃഗശാലയെക്കുറിച്ചുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ ആദ്യം വന്നത്. അല്ലേ? ആണോ? മൃഗശാലയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ ആദ്യം വന്നത്. ഫസ്റ്റ് ടൈം വന്നത് അത് ചോദ്യമാണ്. ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. പക്ഷെ ആൾക്ക് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നുണ്ടല്ലേ? മൃഗശാലയാണെന്നുള്ളത് കേട്ടതുപോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആൾ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാണ്. മുന്നേ കേട്ടിട്ടില്ല. പക്ഷെ ആൾ മൃഗശാലയിൽ തന്നെ കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതായത് യൂട്യൂബിൽ ആദ്യമായിട്ട് വന്ന എന്തിനെക്കുറിച്ചിട്ടുള്ളതാണെന്നുള്ളതാണ് ചോദ്യം. അതായത് യൂട്യൂബിൽ എന്താണ് ആദ്യമായിട്ട് വന്നത്? സിനിമയുണ്ട്, പരസ്യമുണ്ട്, മൃഗശാലയുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ടീം പറയുന്നത് മൃഗശാലയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ആദ്യമായിട്ട് യൂട്യൂബിൽ വന്നത് എന്നാണ് പറയുന്നത്. യൂട്യൂബിൽ വന്നത് ആദ്യമായിട്ട് മൃഗശാലയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണോ? റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇപ്പോൾ യൂട്യൂബൊക്കെ കാണുന്നതുകൊണ്ടുള്ള ഉപയോഗം കണ്ട ഇതൊക്കെ കൃത്യമായിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറയണം. യൂട്യൂബൊക്കെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഈ സമ്മാനം കിട്ടിയത് കേട്ടോ. അപ്പോൾ സന്തോഷം, നന്നായിട്ട് പഠിക്കട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്നിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഇനിയും ഒരുപാട് നല്ല വിദ്യാർത്ഥിനികൾ ഇവിടെ പഠിക്കുന്നു. അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഞങ്ങൾക്ക് ചിത്രീകരിക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിലേക്കും ഇതുപോലെ വരണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിദ്യാലയത്തിലെ കുട്ടികളെ പരിചയപ്പെടുത്താനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറഞ്ഞാൽ സമ്മാനങ്ങൾ നൽകുവാനും. അങ്ങനെ ഇന്ന് ഇവിടുത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.